നമസ്കാരം. മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിന്റെ പതിവ് അസ്ഥിരതയെ മറികടന്ന് പുതിയ തലത്തിലേക്ക് സംഘർഷം ഉയരുന്നുവെന്ന സൂചനകളോടെയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പ്രസ്താവനകൾ ശ്രദ്ധേയമാകുന്നത്. ഇറാനിലെ ഭരണകൂടത്തിന്റെ ഹൃദയ കേന്ദ്രത്തിൽ തന്നെ വലിയ ആഘാതം ഉണ്ടാക്കിയേക്കാവുന്ന രീതിയിലാണ് ട്രംപ് തന്റെ അവകാശവാദങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം ലീഡർ അലി ഖമേനി യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടു എന്നതും അദ്ദേഹത്തിന്റെ മകനായ മുഷബ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാമെന്നോ ഗുരുതരമായി പരിക്കേറ്റിരിക്കാമെന്നോ ഉള്ള സൂചനകളും ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി വലിയ തന്ത്രപരമായ സന്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ വിവാദപരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. ഈ പ്രസ്താവനയുടെ വിശ്വാസ്യത ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യുദ്ധകാലത്ത് വിവരങ്ങൾ ഒരു ആയുധമായി തന്നെ ഉപയോഗിക്കപ്പെടാറുണ്ട്. ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇതുവരെ സ്വതന്ത്രമായ ഉറവിടങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ ശക്തമായ പ്രതികരണങ്ങളോ ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതൊരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിരിക്കാം എന്നതാണ് പല വിശകലനക്കാരുടെയും വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറാനിലെ അധികാര ഘടനയിൽ വലിയ ഭൂചലനം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ അത്തരമൊരു വലിയ സംഭവത്തെ പൂർണ്ണമായും മറച്ചുവെക്കുക എന്നത് ഇറാനിന് പ്രായോഗികമായി ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇവിടെ നിർണായകമാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തനായ നേതാവെന്ന ഇമേജ് നിലനിർത്താൻ ട്രംപ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ദേശീയ സുരക്ഷയും ശക്തമായ വിദേശ നയവും മുൻനിർത്തുന്ന വോട്ടർമാരെ ആകർഷിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ശത്രുക്കൾ ദുർബലമാകുന്നു എന്ന സന്ദേശം നൽകുന്നത് ഒരു ശക്തമായ പ്രചരണ തന്ത്രമാണ്. ഇതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിലും ഈ പ്രസ്താവനകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം രണ്ട് വഴികളിൽ വായിക്കാം. ഒന്നാമതായി, ഇറാനിലെ നിലവിലെ ഭരണകൂടം ദുർബലമാവുകയാണെന്ന സൂചന നൽകുന്നത് വഴി അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. രണ്ടാമതായി, ഇറാനിലെ ആഭ്യന്തര പ്രതിപക്ഷ ശക്തികൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ തന്ത്രപരമായ വിലയുണ്ട്. ഒരു രാജ്യത്തിന്റെ നേതാവ് കൊല്ലപ്പെട്ടുവെന്നോ ഗുരുതരമായി പരിക്കേറ്റുവെന്നോ ഉള്ള വാർത്തകൾ ആ രാജ്യത്തിന്റെ സൈനികരുടെയും പൊതുജനങ്ങളുടെയും മനോവീര്യത്തെ തന്നെ ബാധിക്കും. അതേസമയം എതിരാളി പക്ഷത്തിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ അടിസ്ഥാനം. ട്രംപ് ഇത് വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന നേതാവാണ്. മുഷബ ഖമേനിയെ കുറിച്ചുള്ള പരാമർശം പ്രത്യേക ശ്രദ്ധ നേടുന്നു. ഇറാനിലെ ഭാവി നേതാവായി പലരും കാണുന്ന വ്യക്തിയാണ് മുഷബ. അദ്ദേഹത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത് അധികാര പാരമ്പര്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമാണ്. ഇത് ഇറാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതിലൂടെ ആഭ്യന്തര സംഘർഷങ്ങൾക്കും സാധ്യത ഉയരും. എന്നിരുന്നാലും ഇത്തരം അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അവ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ട്രംപിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിവര വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടും. കൂടാതെ ഇറാൻ ഈ പ്രസ്താവനകളെ പ്രചരണ ആയുധമായി ഉപയോഗിച്ച് ബാഹ്യ ശത്രുക്കൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന നറേറ്റീവ് ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഒരു സാധാരണ വാർത്ത എന്നതിലുപരി ബഹുസ്തരങ്ങളുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയാം. ഇത് യഥാർത്ഥ വിവരങ്ങളുടെ പ്രതിഫലനമാണോ അല്ലെങ്കിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു മനഃശാസ്ത്ര രാഷ്ട്രീയ തന്ത്രമാണോ എന്നത് വ്യക്തമാകാൻ കൂടുതൽ സമയം വേണ്ടിവരും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം പ്രസ്താവനകൾ ലോകരാഷ്ട്രീയത്തിലെ സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും സൈബർ യുദ്ധത്തിന്റെ പ്രാധാന്യം വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും.